ബുക്സൊക്കെ വായിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഞാൻ ആദ്യം തന്നെ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ബുക്കാണ് ഈ നിമിഷത്തിൽ ജീവിക്കൂ. അപ്പോൾ ഇങ്ങനെ പേര് കേട്ടാൽ അത് പലർക്കും മനസ്സിലാവില്ല, പക്ഷെ ഈ പേര് വളരെ പരിചിതമാണ്. ദ പവർ ഓഫ് നൗ ബൈ എക്കാർട്ട് ടോളെ. അപ്പോൾ ഇതിന്റെ മലയാളം വേർഷനാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. ഈ ബുക്കിൽ എന്താണ് പറയുന്നതെന്ന് ചോദിച്ചാൽ അത് ഇത്രയേ ഉള്ളൂ. ഇതാണ് അതിന്റെ ഉത്തരം. ഈ നിമിഷത്തിന്റെ ശക്തി, അല്ലെങ്കിൽ ഈ നിമിഷത്തിൽ ജീവിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ, അതിന്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ ചില ബുക്സ് അല്ലെങ്കിൽ ചില വീഡിയോസ് ഒക്കെ കാണുമ്പോൾ അതിൽ പറയാറുണ്ട് 21 ഡേയ്സ് ചെയ്യൂ, നിങ്ങൾക്ക് മിറാക്കിൾസ് ഉണ്ടാകും എന്നൊക്കെ. അപ്പം അങ്ങനെയുള്ള ഒരു വാഗ്ദാനങ്ങളും ഈ ബുക്ക് നിങ്ങൾക്ക് തരുന്നില്ല. പക്ഷേ ഇതിൽ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണ് എങ്കിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ കാലക്രമേണ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്നുള്ളത് ഉറപ്പാണ്. പിന്നെ ഈ ബുക്ക് വായിക്കുമ്പോൾ ഞാൻ ഫേസ് ചെയ്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് എഴുതിയേക്കുന്ന വ്യക്തി നമ്മളെപ്പോലെ ഒരു സാധാരണ വ്യക്തിയല്ല. അദ്ദേഹം സ്പിരിച്വലി അവേക്കൻഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പല വാക്കുകളും അതിന്റെ അർത്ഥമൊന്നും നമ്മൾക്ക് ആദ്യം മനസ്സിലാവില്ല. മുൻപോട്ട് പോകുമ്പോൾ മാത്രമാണ് അദ്ദേഹം എന്താണ് ആ വാക്കുകൊണ്ട് ഉദ്ദേശിച്ചതെന്നും അല്ലെങ്കിൽ എന്താണ് ശരിക്കുള്ള മീനിങ് എന്നും നമ്മൾക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ ഒരു കാര്യം, ഈ ബുക്കിലുടനീളം ഒരു കോൺവെർസേഷൻ രൂപത്തിലാണ്. അതായത് അദ്ദേഹത്തിനോട് ചോദിക്കുന്നു, അതിന്റെ മറുപടിയായി അദ്ദേഹം പറയുന്നു. ആ രീതിയിലാണ് ഈ ബുക്ക് മുഴുവനായിട്ടും പ്രസന്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ലൈഫിൽ ഒരു വട്ടമെങ്കിലും വായിച്ചിരിക്കേണ്ട ഒരു ബുക്കിൽ ഒരുപക്ഷെ ടോപ്പിൽ വരുന്ന ഒരു ബുക്കായിരിക്കും ഇത്. ഇതിന്റെ മലയാളം വിവർത്തനം ചെയ്തിരിക്കുന്നത് അനിത ജയനാഥാണ്. അപ്പോൾ ഇതാണ് ഈ ബുക്കിനെ കുറിച്ചുള്ള ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു 2 തവണയൊക്കെ വായിക്കുമ്പോഴാണ് ശരിക്കും നമ്മൾക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് പറയുന്നത് ഈ നിമിഷത്തിൽ ജീവിക്കുക, അല്ല ഈ പ്രസന്റ് ടൈമിന്റെ ഇമ്പോർട്ടൻസ്, അല്ല അതിന്റെ പവർ എന്താണെന്നാണ് ഈ ബുക്കിൽ പറയുന്നത്. അപ്പം ബാക്കിയൊന്നും ഞാനിവിടെ പറയുന്നില്ല, അതൊക്കെ ഒരു സസ്പെൻസ് ആണ്. ശരിക്കും നമ്മളിത് വായിച്ച് അനുഭവിച്ചറിയേണ്ട ഒരു ബുക്ക് തന്നെയാണ്. അപ്പോൾ ഇത് നമ്മൾക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഇതിന്റെ ഇംഗ്ലീഷ് കോപ്പിയും അതുപോലെ പല ഭാഷയിലും അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ അത് ഇങ്ങനെ ഇതിന്റെ മലയാളം വാങ്ങിയത്, സാധാരണ ബുക്സ് ഒക്കെ വായിക്കുമ്പോൾ ആ ഒരു ഫീലോട് കൂടി വായിക്കണമെങ്കിൽ എനിക്ക് എൻ്റെ മാതൃഭാഷയിൽ വായിക്കുന്നത് തന്നെയാണ് ഒരു സുഖം. അപ്പം അതുകൊണ്ടാണ് ഞാൻ മലയാളം വാങ്ങിച്ചത്. അപ്പോൾ മലയാളം ഇല്ല എങ്കിൽ ഇംഗ്ലീഷ് കോപ്പീസൊക്കെ ഉണ്ടാകും. മലയാളം എപ്പോഴും അവൈലബിൾ ആണോ എന്നെനിക്ക് അറിയില്ല. അപ്പം ഈ ബുക്ക് എല്ലാവരും ഒന്ന് വായിച്ചു നോക്കൂ. ഒരിക്കലും അതൊരു ടൈം വേസ്റ്റ് ആയിരിക്കില്ല. ഡെഫിനറ്റ്ലി അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമന്റ് ചെയ്യൂ. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്.